ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന അക്ഷരമറ്റം ക്വിസ് UPHS HSS വിഭാഗങ്ങളിലേക്കുള്ള മോഡൽ ക്വിസ്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ വിജയം ഉറപ്പിക്കാൻ അക്ഷരമറ്റം ക്വിസിനും മറ്റ് GK ക്വിസുകൾക്കും ഉണ്ണീസ് വിജയപാതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോദ്യങ്ങൾ നോക്കാം. ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പ്രകാരം രാജ്യത്ത് ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത് എവിടെ? ഗ്വാളിയർ, മധ്യപ്രദേശിലെ ഗ്വാളിയർ. അർദ്ധരാത്രി 12:10 ബൈക്ക് മോഷണ കേസാണ് രജിസ്റ്റർ ചെയ്തത്. തിരുകൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു? പറവൂർ TK നാരായണപിള്ള. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പുരുഷ ടെന്നീസിലെ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകളുടെ ഫൈനലിൽ കളിച്ചവരിൽ ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ. 2023 US ഓപ്പൺ ഫൈനൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് 43 വർഷം 6 മാസമായിരുന്നു പ്രായം. ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് സംസ്ഥാനത്ത് ഹരിത കേരളം മിഷൻ 5 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ പേര്? പച്ചത്തുരുത്ത്. പച്ചത്തുരുത്ത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്തായ താഷി ഗാങ് ഏതു സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ്. ചന്ദ്രന്റെ ഭൂമിയിൽ നിന്നും കാണാത്ത മറുവശത്ത് പേടകമിറക്കി സാമ്പിളുകൾ ശേഖരിച്ചു മടങ്ങിയ ചൈനയുടെ പേടകത്തിന്റെ പേര്? ചാങ്-ഇ 6. ചാങ്-ഇ 6. ലോഹ നീലിമയാർന്ന അപൂർവ ഇനം ഉറുമ്പിനെ മലയാളി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഏതു സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശിൽ. GPS സംവിധാനം ഉപയോഗിച്ച് കുട്ടി സഞ്ചരിക്കുന്ന സ്കൂൾ വാഹനത്തിന്റെ വിവരങ്ങൾ രക്ഷിതാക്കൾക്ക് അറിയാൻ സഹായിക്കുന്ന സംസ്ഥാന ഗതാഗത വകുപ്പിന്റെ ആപ്പ്? വിദ്യാവാഹൻ ആപ്പ്. വിദ്യാവാഹൻ. വിരൽത്തുമ്പിൽ വോട്ട് ചെയ്തവർക്ക് മായാത്ത മഷി പുരട്ടുന്നതും രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിച്ചതും തുടങ്ങിവെച്ച ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആര്? അദ്ദേഹത്തിന്റെ ജീവിതകഥ സിനിമയാക്കുന്നുണ്ട്. സുകുമാർ സെൻ. സുകുമാർ സെൻ. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരം സുനിൽ ഛേത്രി തന്റെ കരിയറിലെ അവസാന മത്സരമായ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ കുവൈത്തിനെതിരെ കളിച്ചത് എവിടെ വെച്ചായിരുന്നു? സാൾട്ട് ലേക്ക് സ്റ്റേഡിയം, കൊൽക്കത്തയിൽ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് കിരീട നേട്ടത്തിൽ ഈ വർഷം ഹാട്രിക് സ്വന്തമാക്കിയ വനിതാ താരം ഇഗ സ്വിയാടെക്. 2020 ട്രോഫി നേടിയവർ. പിന്നെ 2022, 23, 24 3 വർഷം തുടർച്ചയായി കിരീടം നേടി, ഹാട്രിക് തികച്ചു. പണ്ഡിറ്റ് രാജീവ് താരാനാഥ് ഏതു സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സരോദ്. G7 ഉച്ചകോടിക്ക് 2024 ആതിഥേയരായ രാജ്യം? ഇറ്റലി. സർക്കസ് തമ്പിലെ കലാകാരന്മാരുടെ നൊമ്പരങ്ങൾ കഥകളിലൂടെ അവതരിപ്പിച്ച സർക്കസ് കലാകാരൻ കൂടിയായ കഥാകൃത്ത് ഈയിടെ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേര്? ശ്രീധരൻ ചമ്പാട്. ശ്രീധരൻ ചമ്പാട്. 18ാം ലോകസഭയിലെ പ്രോടേം സ്പീക്കർ ആരായിരുന്നു? ഭർതൃഹരി മെഹ്താബ്. ഭർതൃഹരി മെഹ്താബ്. 2024 യൂറോ കപ്പ് ഫുട്ബോൾ കളിക്കാനിറങ്ങിയ യൂറോ കപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ലാമിൻ യമാൽ. സ്പെയിൻകാരനായ ലാമിൻ യമാൽ കളിക്കാനിറങ്ങുമ്പോൾ 16 വർഷം 338 ദിവസം പ്രായം. കൊൽക്കത്തയുടെ ചരിത്രകാരനായി അറിയപ്പെടുന്ന മലയാളി ആര്? P. തങ്കപ്പൻ നായർ. സാഹിത്യ നഗരം ആയി കോഴിക്കോട് പ്രഖ്യാപിക്കപ്പെട്ട ദിനം ഏത്? 2024 ജൂൺ 23. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സഖ്യത്തിൽ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യം?
നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അതിൻ്റെ ചുരുക്കമാണ് നാറ്റോ. സ്വീഡനാണ് 32ാമതായി ഇതിലെ അംഗമായ രാജ്യം. അറിവിൽ തിളങ്ങാൻ അക്ഷരമറ്റം ക്വിസ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ATM കാർഡ് വഴിയും മറ്റു വിധത്തിലും സാമ്പത്തിക തട്ടിപ്പ് നടന്നാൽ ബാങ്കിനെയും പോലീസിനെയും അറിയിക്കാനുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? 1930. കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്ന ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ സുപ്രസിദ്ധനായ സാഹിത്യകാരൻ SK പൊറ്റക്കാട്ട്. SK പൊറ്റക്കാട്ട്. തിരുവിതാംകൂർ, കൊച്ചി രാജ്യങ്ങൾ തമ്മിൽ ലയിച്ച് തിരുകൊച്ചി സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് എന്നാണ്? 1949 ജൂലൈ 1. സംസ്ഥാനത്തെ ഭൂഗർഭ ജലമലിനീകരണത്തിൽ അപകടകരമായ വിധത്തിൽ വർദ്ധിച്ചു വരുന്നതായി കണ്ടെത്തിയ ഘടകം ഏതാണ്? നൈട്രേറ്റ്. നൈട്രേറ്റുകളുടെ സാന്നിധ്യം. ജൈവ ദീപ്തിക്ക് കാരണമായ രാസപദാർത്ഥം ഏതാണ്? ലൂസിഫറിൻ. ലൂസിഫറിൻ. കാർഷിക വള കീടനാശിനി പ്രയോഗങ്ങൾക്കായുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്ന കേരളത്തിലെ കമ്പനി ഫ്യൂസലേജ് ഇന്നവേഷൻസ്. മൈക്രോ കൺട്രോളർ ചിപ്പ് സെക്യൂർ IoT ഇന്ത്യയിൽ ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിച്ച കമ്പനി ഏതാണ്? മൈൻഡ് ഗ്രോവ്. മൈൻഡ് ഗ്രോവ്. അഭിപ്രായ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിച്ചതിൻ്റെ പേരിൽ US-നെ ഭയന്ന് പതിറ്റാണ്ടിലേറെ കാലം ഒളിവ് ജീവിതം നയിച്ച വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച്. ജൂലിയൻ അസാഞ്ച്. മനുഷ്യരുമായി ബോയിങ് സ്റ്റാർലൈനർ നടത്തിയ ബഹിരാകാശ യാത്രയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് സുനിത വില്യംസിനൊപ്പം പങ്കാളിയായ യാത്രികൻ ആര്? ബുച്ച് വിൽമോർ. ബുച്ച് വിൽമോർ. മുൻ ചീഫ് സെക്രട്ടറിയും വിവരാവകാശ കമ്മീഷണറുമായിരുന്ന വ്യക്തിയുടെ ആത്മകഥയാണ് അതിജീവനം. ആരാണ് ഇതിൻ്റെ രചയിതാവ്? വിശ്വാസ് മേത്ത. വിശ്വാസ് മേത്ത. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.